എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ലൂഫി ആയിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ ഇപ്പോഴും ആ കടലിന്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവന് ബോധമില്ല, അൺകോൺഷ്യസ് ആണ്. ലൂഫി കടലിൽ വീണു എന്ന് അറിഞ്ഞിട്ട് പോലും ആരും അവനെ രക്ഷിക്കാനായിട്ട് അവിടേക്ക് എത്തിയിട്ടില്ല. അതേസമയം ഇവിടെ ക്വീൻ അവനാണെങ്കിൽ ചോപ്പറിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് അടി വാങ്ങിക്കും. പക്ഷേ അവന്റെ ബോഡിയിൽ ഇതുവരെ യാതൊരു ഇമ്പാക്റ്റും കാര്യമായിട്ട് സംഭവിച്ചിട്ടില്ല. ചോപ്പർ ആണെങ്കിൽ സങ്കടത്തിൽ അങ്ങനെ പൊട്ടിക്കരയാണ്. കാരണം അവനെ കൊണ്ടത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ലൂഫി അവൻ കൈഡോയായിട്ടുള്ള ഫൈറ്റിൽ തോറ്റുപോയെന്നും അവൻ കടലിലേക്ക് വീണെന്നും അവൻ ആ കാര്യം ചിന്തിച്ച് അങ്ങനെ മനസ്സ് തകർന്നു നിൽക്കും. ാണെങ്കിൽ അവരുടെ കോൺഫിഡൻസ് അത് മൊത്തമായിട്ട് ഇല്ലാതാവും. കാരണം അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും കോൺഫിഡൻസും ലൂഫിയുടെ മേലെയായിരുന്നു. അവരുടെ നെടുന്തൂണാണ് അവർക്കിപ്പോൾ നഷ്ടമായത്. സോ അവരും ചെയ്യാൻ കഴിയാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. ഇനി എത്രയും വേഗം കൈഡോ അവിടേക്ക് വന്ന് ഒറ്റ അടിക്ക് അവരെ എല്ലാവരെയും ശരിയാക്കും. നമ്മുടെ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പോലും മനസ്സ് വരില്ല. ദിസ് ഈസ് അൺബിലീവബിൾ. അവനൊരിക്കലും അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ല. 10 ദിവസമെങ്കിലും 10 ദിവസം നിന്ന് ഫൈറ്റ് ചെയ്ത് ഓപ്പണന്റിനെ തോൽപ്പിക്കാതെ അടങ്ങില്ല. അത്രയ്ക്ക് സ്ട്രെങ്ത്തും മനക്കരുത്തും ലൂഫിക്കുണ്ട്. ഇങ്ങനെയുള്ള ലൂഫി ഇത്ര വേഗം തോറ്റുവെന്ന് അവരെങ്ങനെ വിശ്വസിക്കും? അയച്ചു പെണ്ണാണെങ്കിൽ ലൂഫിയെ കുറിച്ച് ആലോചിച്ച് പൊട്ടിക്കരയാണ്. മറ്റൊരു ഭാഗത്ത് ആ ഗോർല തലയൻ അവനാണെങ്കിൽ ഇപ്പോഴും വമ്പൻ ആറ്റിറ്റ്യൂഡിൽ നിൽക്കും. കിട്ടിയ ഡംപ്ലിങ്സ് അത് ശരിക്കും അടിപൊളിയാണ്. ആ കുതിരപ്പെണ്ണ് അവളാണ് എനിക്ക് ആ ഡംപ്ലിങ്സ് തന്നത്. അതിന്റെ പവർ ഉപയോഗിച്ച് ഞാൻ എല്ലാവരെയും തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ടെററായിട്ട് നിൽക്കും. വയലറ്റ് പെണ്ണ് അവിടേക്ക് വന്ന് ഒന്ന് സ്നാപ്പ് ചെയ്ത ആ സെക്കൻഡ് അവൻ അവളുടെ അടിമയെ തീരുന്നുള്ള കാര്യം അവൻ അറിയില്ല. അവനാണെങ്കിൽ കൈഡോയെ വാഴ്ത്തിപ്പാടും. ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ അക്കസായി മെമ്പേഴ്സ് അവരാണെങ്കിൽ വിട്ടുകൊടുക്കാതെ വീണ്ടും വീണ്ടും ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അത് കാണുമ്പോൾ അവിടെയുള്ളവർക്ക് ഭയങ്കര അത്ഭുതം. അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന ലൂഫി അവൻ ഇല്ലാതായെന്ന് അറിഞ്ഞിട്ടും അക്കസായി മെമ്പേഴ്സ് അവർ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. ലൂഫി മരിച്ചതറിഞ്ഞ് വില്ലന്മാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവരാണെങ്കിൽ ഫുൾ കോൺഫിഡൻസിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അക്കസായി മെമ്പേഴ്സ് അവരാണെങ്കിൽ വിളിച്ചു പറയും, ലൂഫി മരിച്ചതായിട്ട് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. ഒരു കാരണവശാലും നമ്മൾ പിന്മാറാൻ പാടില്ല. മരണം വരെ ഇവരോട് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ നിർത്താതെ ഫൈറ്റ് ചെയ്യും. ആണെങ്കിൽ അടിച്ചു പറയും, ഞാൻ ഒരു കാരണവശാലും ഇത് വിശ്വസിക്കാനായിട്ട് തയ്യാറല്ല. ലൂഫി എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. അവൻ അത്ര എളുപ്പത്തിൽ മരിക്കുന്നവനോ വിട്ടുകൊടുക്കുന്നവനോ അല്ല. നമ്മളെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ആ വില്ലന്മാരുടെ ട്രിക്കാണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഫൈറ്റ് ചെയ്യും. സോറോ ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ കൂളായിട്ട് കിടന്നുറങ്ങും. കാരണം അവനും ലൂഫിയെ കുറിച്ച് നന്നായിട്ട് അറിയാം. പക്ഷെ ചോപ്പർ മാത്രം ഒരല്പം സെൻസിറ്റീവ് ആണ്. അവനാണെങ്കിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് ക്വീൻ ആണെങ്കിൽ അവനെ നോക്കി കളിയാക്കും. ഓ, നീ കരയേണ്ട ആവശ്യമൊന്നുമില്ല, അവനെ പോലെ തന്നെ നിന്നെയും ഞാൻ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞ് ക്വീൻ ആണെങ്കിൽ ചോപ്പറിനെ അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. പരസ്പരം ആണെങ്കിൽ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ ഒരുപാട് ആരോസ് അതിപ്പോ ചോപ്പറിന് നേരെ എയിം ചെയ്ത് നിൽക്കുകയാണ്. പരസ്പരം ആണെങ്കിൽ ആ അമ്പയും അടുത്ത നിമിഷം നമ്മുടെ സാഞ്ചി അവൻ ചാടി വന്ന് ക്വീൻ്റെ ആ കഴുത്തിൽ ആഞ്ഞു തൊഴിക്കുകയാണ്. ആ ഒരു തൊഴിയുടെ പവറിൽ തല അത് ഹെലികോപ്റ്ററിന്റെ വിങ്സ് അത് കറങ്ങും പോലെ നല്ല ഫോഴ്സിൽ കറങ്ങുകയാണ്. പരസ്പരം ഇത് അമ്പുകളെല്ലാം ആ ഒരു കറക്കത്തിൽപ്പെട്ട് തെറിച്ചു പോവും. അതിനുശേഷം ഇതിന്റെ തല പരസ്പരമായി അട്ടിച്ച് തെറിപ്പിച്ച് റോക്കറ്റ് പോലെ അവനങ്ങനെ മുകളിലേക്ക് ഫ്ലൈ ചെയ്ത് ഉയരുകയാണ്. എല്ലാവർക്കും അത് കണ്ട് ഭയങ്കര അത്ഭുതം. സാഞ്ചി ആണെങ്കിൽ ചോപ്പറിന് നോക്കും. അവൻ പൊട്ടിക്കരയാണ്. ഓ നോ, നീ ഇത്രയും വലിയ വിഡ്ഢിയായി പോയോ? ലൂഫിക്ക് ഒന്നും സംഭവിക്കില്ല. അവൻ തീർച്ചയായിട്ടും തിരികെ വരും. അത്ര എളുപ്പത്തിൽ ആർക്കും തന്നെ അവനെ ഇല്ലാതാക്കാൻ പറ്റില്ല. അവനെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയില്ലേ? നിന്നോടൊപ്പം ഞാനുണ്ട്. വില്ലന്മാരെ എല്ലാവരെയും ലൂഫി വരുന്നതിനുള്ളിൽ നമുക്ക് അട്ടിച്ച് നിരത്തണം. ആദ്യം നീ ഇവനെ ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞ് ആഞ്ചിയാണെങ്കിൽ ഇപ്പൊ സോറോയെ ചോപ്പറിന് ഇട്ട് കൊടുക്കും. ചോപ്പറിനാണെങ്കിൽ ആദ്യം അതാരാണെന്ന് മനസ്സിലാവില്ല. അവൻ ക്ലോസപ്പിൽ ഒന്ന് നോക്കും. അപ്പോഴായിരിക്കും സോറോ ആണെന്ന് പിടികിട്ടുക. അപ്പൊ അടുത്ത നിമിഷം ആ ക്വീൻ അവനാണെങ്കിൽ വീണ്ടും ഇപ്പൊ താഴേക്ക് വന്ന് സാഞ്ചിക്ക് നേരെ നിൽക്കുകയാണ്. അപ്പോൾ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാമുറായി സോൾജേഴ്സിനെ കാണിക്കും. അവർക്കാണെങ്കിൽ ഇപ്പോഴും കൺഫ്യൂഷൻ മാറിയിട്ടില്ല. ലൂഫിയാണ് ടീം ക്യാപ്റ്റൻ. മരണപ്പെട്ടിട്ടും ഇവർക്ക് യാതൊരു കൂസലുമില്ല. മാത്രമല്ല അക്കസായി മെമ്പേഴ്സ് അവരും ടെററായിട്ട് ഫൈറ്റ് ചെയ്യാണ് ചിന്തിച്ച് അവർ വണ്ടറടിക്കും. അപ്പോൾ ക്യാമറ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് മാർക്കോയെ കാണിക്കും. മാർക്കോയ്ക്ക് നന്നായിട്ട് അറിയാം ലൂഫി അത്ര വേഗം ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന്. അവനങ്ങനെ ക്യാഷ്വലായിട്ട് തിരിഞ്ഞ് വില്ലന്മാരെ വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. കട്ട് ചെയ്ത ഇവിടെ കിന്നിനെ കാണിക്കും. കൈഡോടെ കയ്യിൽ നിന്ന് അട്ടികെട്ടി ചോര തൊടുമ്പി എല്ലുകൾ നുറുങ്ങി കിന്ന് അവനങ്ങനെ വീണ് കിടക്കുകയാണ്. ഓൾറെഡി അവൻ ഓടനെ നഷ്ടമായി. അതിനുശേഷം ഒക്കിക്യുവിനെയും കാഞ്ചറോയെയും ചുറാട്ടോജിയെയും അങ്ങനെ ഒരുപാട് പേരെ അവനിപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. ഇനി ഒരു കാരണവശാലും ഒരു നഷ്ടം കൂടെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് അത് കിന്നിനില്ല. എന്ത് വില കൊടുത്തും മൊമന്റോസ്കിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് അവരുടെ ഇത്രയും കാലത്തെ കഷ്ടപ്പാടിന്റെ ഏക ലക്ഷ്യം. തീർച്ചയായിട്ടും ആ ലക്ഷ്യം അത് ഞാൻ നിറവേറ്റുന്നു പറഞ്ഞ് കിന്നാണെങ്കിൽ ഇപ്പൊ പതിയെ എഴുന്നേക്കുകയാണ്. അവനെ കൊണ്ടാണെങ്കിൽ നേരെ നിൽക്കാൻ പോലും കഴിയില്ല. ബോഡി മുഴുവൻ ഷിവർ ചെയ്ത് ആടി ഉലഞ്ഞ് അവനിപ്പോ കൈഡോയ്ക്ക് നേരെ പോവും. കൈഡോയുടെ ക്ലോസ് എത്തി അവൻ ആ പൊട്ടിയെ കത്തി വെച്ച് കൈഡോയുടെ ദേഹത്ത് കുത്തി അരക്കുകയാണ്.
അതിന് കൈഡോ ആണെങ്കിൽ പല്ല് കടിച്ച് ടെററായിട്ട് കിന്നിനെ നോക്കും. കിന്നാണെങ്കിൽ അപ്പോഴും കോൺഫിഡൻസോടുകൂടെ പറയും, മൊമൻറ്റോസ്കിയെ തൊടാൻ ഞാൻ അനുവദിക്കില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ മൊമൻറ്റോസ്കിയും ഒറോച്ചിയും കൈഡോയും അവർ രണ്ടുപേരും ചേർന്ന് ആ വാനോ കിൻഡം പിടിച്ചടക്കിയതിന് ശേഷമുള്ള വാനോ കിൻഡം ആയിരിക്കും കാണിക്കുക. ആ ഒരു ഐലാൻഡിൽ നിറയെ അക്കസായി മെമ്പേഴ്സിന്റെ ഫോട്ടോസ് അതങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവര് ആ ഐലാൻഡിനെ ചതിച്ചവരാണ്, ദ്രോഹികളാണ്, അവരെ കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്നായിരിക്കും ആ ഒരു സ്റ്റിക്കറിൽ എഴുതി പതിപ്പിച്ചിട്ടുണ്ടാവുക. എല്ലാവരും അവിടെയുള്ളവരുടെ കണ്ണിൽ പെടാതെ അങ്ങനെ മൊമൻറ്റോസ്കിയുടെ അടുത്തേക്ക് എത്തും. മൊമൻറ്റോസ്കി ആണെങ്കിൽ അവരുടെ ആ ക്യാസ്റ്റിൽ ഉണ്ടായിരുന്ന ഭാഗത്തുള്ള കല്ലറയുടെ അടുക്കിലേക്ക് വരികയാണ്. മൊമൻറ്റോസ്കി ആണെങ്കിൽ കിന്നിനെ അവന്റെ പപ്പയെ പോലെയാണ് കണ്ടിരുന്നത്. പക്ഷെ കിന്നും അവന്റെ കൂടെ ഉള്ളവരും മൊമൻറ്റോസ്കിയെ ഓടനെ പോലെ വലിയൊരു ആയിട്ടും ഷോഗനായിട്ടും കണ്ട് അവൻ ഒരുപാട് റെസ്പെക്ട് കൊടുത്തു വന്നു. അങ്ങനെ ഇരിക്കെ മൊമൻറ്റോസ്കി അവൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ പപ്പയെക്കുറിച്ച് ആലോചിച്ച് പൊട്ടിക്കരയും. കിന്നാണെങ്കിൽ അവനെ കൊണ്ട് കഴിയും പോലെ മൊമൻറ്റോസ്കിയെ സമാധാനിപ്പിക്കും. കെന്നിനെ കൊണ്ടാണെങ്കിൽ മൊമൻറ്റോസ്കിയുടെ വിഷമം അത് കണ്ടു നിൽക്കാനാവില്ല. സോ പതിയെ ഓടന്റെ സ്ഥാനം അത് കിന്നെ ഏറ്റെടുത്ത് മൊമൻറ്റോസ്കിയെ ആശ്വസിപ്പിക്കാനായിട്ട് തുടങ്ങി. സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം കണ്ട് അവനെ സമാധാനിപ്പിച്ച് സുരക്ഷിതമായിട്ട് കൊണ്ടുവന്നു. കട്ട് ചെയ്ത ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് കിന്നങ്ങനെ ടെററായിട്ട് നിൽക്കും. ഓടനെ പോലെ തന്നെ അവനും മൊമൻറ്റോസ്കിയുടെ ഒരച്ഛനായി നിന്ന് അവനെ സ്നേഹിച്ചതാണ്. സോ ഒരു കാരണവശാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മൊമൻറ്റോസ്കി നിനക്ക് വിട്ടു തരില്ല, അവന്റെ ജീവന് യാതൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ആ തകർന്ന കത്തിവെച്ച് വീണ്ടും അവൻ കൈഡോയുടെ ദേഹത്ത് കുത്തിക്കൊണ്ടേയിരിക്കും. കെന്നാണെങ്കിൽ ഉണ്ടപ്പെണ്ണിനോട് നിലവിളിച്ച് പറയും, മൊമൻറ്റോസ്കിയുമായിട്ട് എത്രയും വേഗം ദൂരേക്ക് ഓട്. അത് കേൾക്കേണ്ട താമസം ഉണ്ടപ്പെണ്ണ്. അവൾ മൊമൻറ്റോസ്കിയെ തൂക്കിയെടുത്ത് അങ്ങനെ ഓടുകയാണ്. ടെററായ കൈഡോ ആണെങ്കിൽ കിന്നോട് തീർത്തു പറയും, നിന്റെ അവസാന ശ്വാസം അതെടുക്കാൻ സമയമായി. നിനക്ക് ജീവൻ ഭിക്ഷയായിട്ട് തന്നപ്പോൾ നീ വീണ്ടും നിന്റെ അഹങ്കാരം കാണിച്ചു എന്ന് പറഞ്ഞ് ഒരു സ്ക്വാഡ് എടുത്ത് അവന്റെ മുതുകിൽ ആഞ്ഞു കുത്തും. പിന്നെ കിന്ന അനങ്ങില്ല. ചോദിക്കാണെങ്കിൽ അപ്പോഴും അവന്റെ വെറി അടങ്ങില്ല. ഇനി എത്രയും വേഗം ഓടന്റെ പരമ്പരയായിട്ടുള്ള ആ മൊമൻറ്റോസ്കി പയ്യൻ അവനെ പിടിച്ചു വലിച്ച് എനിക്ക് തന്നെ അവന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലണമെന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ ഇപ്പോ കൈഡോ അങ്ങനെ നടന്നെടുക്കും. ലോങ് ഷോട്ടിലായിട്ട് മൊമൻറ്റോസ്കി അവനാണെങ്കിൽ കിന്നങ്ങനെ മരിച്ചു വീഴുന്നത് കണ്ട് ഒരുപാട് വിഷമത്തിൽ നോക്കി നിൽക്കും. കാരണം അവൻ ഒറ്റപ്പെട്ടിരുന്നപ്പോൾ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവൻ എല്ലാവിധ സപ്പോർട്ടും സമാധാനവും കൊടുത്തത് കിന്നാണ്. കിന്നിനെയും അവനിപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. അടുത്ത സെക്കൻഡ് മൊമൻറ്റോസ്കി ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ കുറിച്ച് ആലോചിച്ച് വീണ്ടും അവൻ വേദനയിൽ പൊളയാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും അവന്റെ കയ്യിലുള്ള സൈബോർക്ക് അവൻ ചെക്ക് ചെയ്യുക. അവൻ ആ സൈബോർക്കിലേക്ക് സൂക്ഷിച്ചു നോക്കും. അതിലൂടെ പറയുകയാണെങ്കിൽ എല്ലാ ഭാഗത്തുള്ള എല്ലാവർക്കും അവൻ പറയുന്നത് കേൾക്കാനായിട്ട് കഴിയും. മൊമൻറ്റോസ്കി അവനാണെങ്കിൽ നിറ കണ്ണുകളോടെ വിളിച്ചു പറയും, ലൂഫി അവൻ മരിച്ചിട്ടില്ല, തീർച്ചയായിട്ടും അവൻ തിരികെ എത്തും. അതുവരെ നിങ്ങൾ ആരും തന്നെ തോറ്റു കൊടുക്കാൻ പാടില്ല, നിങ്ങളുടെ വീറും വാശി ഉപയോഗിച്ച് നിങ്ങൾ ഫൈറ്റ് ചെയ്യണമെന്ന് പറയും. അത് കേട്ട് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. മൊമൻറ്റോസ്കിക്ക് അങ്ങനെ ലൂഫിയുടെ ഈ കാര്യം അറിയാൻ ചിന്തിച്ച് അവൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. പക്ഷെ മൊമൻറ്റോസ്കി അവൻ നിർത്താതെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ലൂഫി എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആരും തന്നെ തോറ്റു കൊടുക്കാൻ പാടില്ല, നിങ്ങളുടെ മരണം വരെ നിങ്ങൾ ഫൈറ്റ് ചെയ്യണമെന്ന് പറയും. അത്രയും നേരവും ഡൗൺ ആയവർക്ക് അത് ശരിക്കും വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ്. അവർ വീണ്ടും വെറിയോടുകൂടെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. അപ്പോൾ അതേസമയം ലൂഫിയെ കാണിക്കും അവനിപ്പോഴും അൺകോൺഷ്യസ് ആണ്. അത് ശരിക്കും വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ്.